ഇന്നലെ രാത്രിയിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവാണ്. യേശു അവനോടപ്പോൾ, നാളെ നീ റഹ്മാൻ എന്നൊരാളെ കാണും. അവൻ എന്നെക്കുറിച്ച് എല്ലാം നിന്നോട് പറയും. അപ്പോൾ നീ എന്നെ അറിയും. മിഡിൽ ഈസ്റ്റിൽ വലിയ മാനസാന്തരങ്ങൾ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. രോമാഞ്ചത്തോടെയും ആകാംക്ഷയോടെയും മാത്രമേ ഇനി പറയാൻ പോകുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ കഴിയൂ. ഇറാനിലെയും ഈജിപ്തിലെയും സൗദിയിലെയും യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മുൻപിൽ ദൈവം പ്രത്യക്ഷനാകുന്ന ധാരാളം അനുഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ബൈബിളുകൾ കൊണ്ടുചെല്ലാൻ കഴിയാത്ത, യേശു ആരെന്നറിയാത്ത, ചർച്ചുകൾ ഇല്ലാത്ത മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും ഇന്നും ക്രിസ്തു പ്രത്യക്ഷമാകുന്ന വ്യക്തികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. യേശു ക്രിസ്തു വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ടതായ നിരവധി സംഭവങ്ങൾ ഈജിപ്തിൽ നിന്ന് അടുത്തിടെ ധാരാളമായി കേൾക്കുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ മിഷണറിമാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കൂടുതലും മുസ്ലിങ്ങളാണ് സ്വപ്നങ്ങളിൽ യേശുവിനെ കണ്ടുമുട്ടി എന്ന സാക്ഷ്യം പറയുന്നത്. ഏറ്റവും പുതിയ സംഭവം ഒരു ഇസ്ലാം വിശ്വാസി പറയുന്നത് സ്വപ്നത്തിൽ താൻ യേശുവിനെ കണ്ടുമുട്ടി എന്നാണ്. വെള്ള വസ്ത്രം ധരിച്ച യേശു എനിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. ഒരു ഇസ്ലാമിക നേതാവിനാണ് ക്രിസ്തു ദർശനം നൽകിയത്. അൺചാർട്ടേഡ് മിനിസ്ട്രിയുടെ പ്രവർത്തനത്തിൽ നിന്ന് നിരവധി അത്ഭുതകരമായ റിപ്പോർട്ടുകൾ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈജിപ്തിലെ അവരുടെ ഏറ്റവും പുതിയ പ്രവർത്തന കേന്ദ്രമായ കെയ്റോ, അലക്സാണ്ട്രിയ, ലെക്സർ എന്നീ വലിയ നഗരങ്ങൾ മുതൽ നൈൽ നദിയുടെ മുകളിലേക്കും താഴേക്കും നൂറുകണക്കിന് ചെറിയ ഗ്രാമങ്ങൾ വരെ നീളുന്നു. ഈജിപ്തിൽ പഴയതുപോലെയല്ല. മതേതര ചിന്താഗതിക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. അൺചാർട്ടേഡ് മിനിസ്ട്രീസിൻ്റെ പ്രവർത്തകർ മുസ്ലിങ്ങളുമായും മതേതര ഈജിപ്തുകാരുമായും സുവിശേഷം പങ്കിടുന്നു. ഇതുമൂലമാണ് പലർക്കും ദൈവിക ദർശനം ലഭിച്ചത് പുറത്തറിഞ്ഞു തുടങ്ങിയത്. ക്രിസ്തീയ സന്നദ്ധ പ്രവർത്തകരായ റഹ്മാനും സംഘവും ഈജിപ്ഷ്യൻ മരുഭൂമിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ആളുകളെ സന്ദർശിക്കാനായി രാവിലെ പുറപ്പെട്ടു. പലയിടത്തും സന്ദർശനം കഴിഞ്ഞു വരവേ അദ്ദേഹം ഗ്രാമത്തിലെ പള്ളിയിലെ ഇമാമും പട്ടണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക നേതാവുമായ അഹമ്മദിനെ കണ്ടുമുട്ടി. അവിചാരിതമായിരുന്നു ആ കണ്ടുമുട്ടൽ. ഇസ്ലാമിലെ 5 നേരത്തെ നിസ്കാരം അഹമ്മദിൻ്റെ നെറ്റിയിലെ കറുത്തിരുണ്ട പാടായുണ്ട്. ആ കറുത്ത തഴമ്പ് എളുപ്പത്തിൽ കാണാൻ കഴിയും. പതിറ്റാണ്ടുകളായി പ്രാർത്ഥനയ്ക്കിടെ ആവർത്തിച്ച് സുജൂദ് ചെയ്തതിന് ശേഷം പ്രാർത്ഥനാ പരവതാനിയിൽ നെറ്റി ആവർത്തിച്ച് മുട്ടുന്നതിലൂടെ ഈ അടയാളം ഉണ്ടാകുന്നത്. അഹമ്മദിനെ പോലുള്ള ഭക്തരായ മുസ്ലിങ്ങൾക്ക് ഈ അടയാളം ഒരഭിമാനമാണ്. അവരുടെ അല്ലാഹുവിനോടുള്ള ആജീവനാന്ത ഭക്തിയുടെ ബാഹ്യ അടയാളമായി ഇതിനെ കാണുന്നു. റഹ്മാൻ സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അഹമ്മദ് പറഞ്ഞു, ആ, നീ റഹ്മാനോ? ഞാൻ അന്വേഷിക്കുന്ന മനുഷ്യൻ. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നത്തിലെ ആ മനുഷ്യനെക്കുറിച്ച്, ആ സ്വപ്നത്തെക്കുറിച്ച് ദയവായി എന്നോട് അർത്ഥം പറയൂ. നിങ്ങൾക്കത് കഴിയും. അഹമ്മദ് വികാരാധീനനായി റഹ്മാനോട് പറഞ്ഞു. റഹ്മാൻ ഒന്നും മനസ്സിലാക്കാത്തതുപോലെ നിന്നു. ഒടുവിൽ റഹ്മാൻ ചോദിച്ചു, താങ്കൾക്ക് എന്നോട് കൂടുതൽ വിശദമായി ഒന്ന് പറയാമോ? നിങ്ങളുടെ സ്വപ്നം എന്തായിരുന്നു? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ടാണ്? അഹമ്മദ് കഴിഞ്ഞ രാത്രി കണ്ട സ്വപ്നം റഹ്മാനോട് വിവരിച്ചു. ഇന്നലെ രാത്രി വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ സ്വപ്നത്തിൽ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനാണ് യേശുക്രിസ്തു. അതാരാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് താങ്കളെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. വെള്ള വസ്ത്രം ധരിച്ച തേജോമയനായ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നാളെ നിങ്ങൾ റഹ്മാൻ എന്നൊരാളെ കാണും. അദ്ദേഹം എന്നെക്കുറിച്ചെല്ലാം നിങ്ങളോട് പറഞ്ഞു തരും. അഹമ്മദ് റഹ്മാനെ നേരെ നോക്കി എന്നിട്ട് ചോദിച്ചു, ഇനി പറയൂ, ആരാണ് ഈ യേശു? തുടർന്ന് റഹ്മാനും കൂട്ടരും ഇമാമിനോട് യേശുക്രിസ്തുവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും രക്ഷയുടെ സന്ദേശത്തെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു. അഹമ്മദ് അത്ഭുത പരതന്ത്രനായി. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. താൻ കണ്ട സ്വപ്നം വെറും ഒരു പേക്കിനാവായിരുന്നില്ലല്ലോ. ഒടുവിൽ അഹമ്മദ് റഹ്മാനെയും റഹ്മാൻ്റെ സുവിശേഷ സംഘത്തെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു.
തൻ്റെ കുടുംബത്തോടൊപ്പം ഈ സദ്വാർത്ത പങ്കിടണമെന്ന് അദ്ദേഹം ശഠിച്ചു. വീട്ടിൽ ഭാര്യയും സഹോദരിയും മകളും ഉണ്ടായിരുന്നു. യേശുവിനെ റഹ്മാൻ പരിചയപ്പെടുത്തി. സാകുതം അവർ റഹ്മാൻ പറയുന്നതെല്ലാം കേട്ടിരുന്നു. തുടർന്ന് അഹമ്മദിൻ്റെ മുഴുവൻ കുടുംബവും യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം റഹ്മാൻ പങ്കുവച്ച മറ്റൊരു സംഭവം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സംഘടനയുടെ ഈജിപ്ഷ്യൻ പ്രവർത്തകർ പലയിടത്തും സന്ദർശനങ്ങൾ നടത്തി ഒടുവിൽ ഒരു അഭയാർത്ഥി പ്രദേശത്തെത്തി. അവിടെ വെച്ച് പ്രവർത്തകർ ഫാത്തിമ എന്ന ഒരു സിറിയൻ സ്ത്രീയെ കണ്ടുമുട്ടി. പുതിയ നിയമത്തിൽ ലൂക്കോസ് 8 അധ്യായം 42 മുതൽ 48 വരെ പ്രതിപാദിച്ചിരിക്കുന്ന ആ സംഭവം ഫാത്തിമയോട് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് റഹ്മാൻ്റെ ഉള്ളിൽ തോന്നിച്ചു. അവിടെ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീയെ യേശു സുഖപ്പെടുത്തി. ആ പ്രത്യേക സംഭവം ഇതിനു മുമ്പ് ആരുമായും പങ്കുവച്ചതായി തനിക്ക് ഓർമ്മയില്ലെന്ന് റഹ്മാൻ പറഞ്ഞു. അതൊരു വിചിത്രമായ തീരുമാനമായി തോന്നിയെങ്കിലും അദ്ദേഹം അത് അവളോട് പങ്കുവച്ചു. ഇത് കേട്ടതും ഫാത്തിമ പെട്ടെന്ന് എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഒരോട്ടമായിരുന്നു. അവൾ പെട്ടെന്ന് മറ്റ് 5 സ്ത്രീകളോടൊപ്പം തിരിച്ചെത്തി. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ തൻ്റെ ബൈബിളിൽ നിന്നുള്ള ഒരു കഥ എന്നോട് പറഞ്ഞു. ഇത് എൻ്റെ കഥയാണ്, എൻ്റെ മാത്രം കഥ. പക്ഷേ അതിലെ വർഷങ്ങൾ വ്യത്യസ്തമാണ്. എനിക്ക് 8 വർഷമേ ആയുള്ളൂ രക്തസ്രാവം വന്നിട്ട്, അല്ലാതെ 12 വർഷമല്ല. ഉടൻ തന്നെ റഹ്മാൻ ഫാത്തിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതത്തോടെ അവൾ തലയാട്ടിപ്പോയി. റഹ്മാനോട് സംസാരിക്കാൻ അവിടെ ഉള്ളവരുടെ നീണ്ട നിര കണ്ടു. 6 മണിക്കൂർ കഴിഞ്ഞിട്ടും റഹ്മാൻ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഫാത്തിമ ആ മുറിയിലേക്ക് ഓടി വന്ന് ഉറക്കെ ഇങ്ങനെ പറഞ്ഞു, 8 വർഷത്തിനിടെ ആദ്യമായി എൻ്റെ രക്തസ്രാവം നിന്നു. നിങ്ങളുടെ യേശുവിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം. നിങ്ങൾ എന്നോട് യേശുവിനെപ്പറ്റി പറയൂ. ഫാത്തിമയുടെ ഹൃദയം തുറക്കാൻ അത്ഭുത രോഗശാന്തിയിലൂടെ കഴിഞ്ഞു. അവളുടെ ഉള്ളിൽ യേശുവിന് ജീവൻ നൽകി ഫാത്തിമയെ ഇപ്പോൾ അൺചാർട്ടേഡ് ഈജിപ്ഷ്യൻ മിനിസ്ട്രിയുടെ അംഗമാണ്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് ആരെന്നറിയാത്ത ആളുകളുടെ മുൻപിൽ സ്വയം പ്രത്യക്ഷനാകുന്നു, രോഗശാന്തി നൽകുന്നു. നൂറുകണക്കിന് ആളുകൾ മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങളിൽ യേശുവിനെ സ്വീകരിക്കുന്നു. ക്രിസ്തുവിന് മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വിവേചനമില്ല, സ്നേഹം മാത്രം. ആ സ്നേഹം അനുഭവിക്കാൻ ഇതുവരെ കഴിയാത്ത ജനകോടികൾക്ക് ദൈവം അവസരമൊരുക്കട്ടെ. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.